എല്ലാവരും സുഖമല്ലേ? ഇന്ന് ബേക്കറിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന മസാല ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ മാവ് ഒരു 2 കപ്പ്, സെൽഫ് റൈസിങ് വേണ്ട, പ്ലെയിൻ ഫ്ലവർ മതി. ഒരു 120 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട, അതിലൊരു മുട്ട നമുക്ക് എഗ് വാഷ് ചെയ്യാൻ ലാസ്റ്റ് വേണ്ടതാണ്. പിന്നെ ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ ആണെങ്കിൽ പൊടിച്ചിട്ട് അതും ഒരു 1/4 കപ്പ് എടുത്താൽ മതി. പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പർ ഒരു 1/2 ടേബിൾ സ്പൂൺ. സവാള ഒരു 1/2 കഷ്ണം. ഇതിന് പകരം ചെറിയുള്ളി ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഒരു 5-6 ഗാർലിക്ക് പൊടിയായി അരിഞ്ഞത്. പിന്നെ 2 തണ്ട് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഡ്രൈ ചില്ലീസ് എടുത്തിട്ടുണ്ട്. ഇത് കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ. ഇപ്പോൾ ചുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 ഇഞ്ചി എടുത്തിട്ട് പൊടിയായി അരിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ഗരം മസാലപ്പൊടി അതൊരു 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ കറുത്ത എള്ള് അതൊരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തത്. ഫ്രഷ് തേങ്ങയും എടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കൂടെ ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ് ക്രഷ് ചെയ്തെടുക്കണം. അതൊരു 20 കാഷ്യൂസ് എടുത്ത് ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെനില എസൻസ് ഒരു 2 ടീസ്പൂൺ. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മോയ്സ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വഴറ്റിയെടുക്കാം. ആദ്യം സവാള ഇടുക. ഒന്ന് മൂപ്പിച്ചിട്ട് അധികം ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഗാർലിക് ഇടാം. ഇഞ്ചി കഷ്ണമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡൈസ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ അതങ്ങോട്ട് ഇടുക. ഞാൻ ചുക്ക് എടുക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ഇടുന്നുള്ളൂ. കറി ലീവ്സ് ഇട്ടു. ഇനി ഡ്രൈ ചില്ലീസ് ഇട്ടു. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഫ്രഷ് കോക്കനട്ട് എടുക്കുന്നതെങ്കിൽ ആദ്യം സവാളേൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടികളൊക്കെ ഇടാം. ജിഞ്ചർ പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്ത് കളയാം. ഇതിപ്പോൾ ക്രഷ് കാഷ്യൂസ് ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് അതൊന്ന് തണിയാൻ വെക്കാം. തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതവിടെ വെക്കാം. അതവിടെ നിന്ന് തണിഞ്ഞോട്ടെ. കണ്ടില്ലേ? ഇനി നമുക്കൊരു ബൗളിൽ ഈ ബട്ടറിനെയും ഷുഗറിനെയൊക്കെ മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ഇപ്പം ഞാനൊരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടാം. ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഇട്ടു. ഇനി നല്ലോണം ഈ ബട്ടറിൻ്റെ അകത്തത് ബ്ലെൻഡ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സ് ആകുമ്പോൾ ഒരു മുട്ട എടുത്തിട്ട് നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്തിടാം. ഒരു മുട്ടയെ വേണ്ടുള്ളൂ. മറ്റേ മുട്ട എഗ് വാഷിൻ്റെതാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കുക നമുക്ക്. ആ ക്ലംസ് ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട, ഇതൊക്കെ മിക്സ് ആയിക്കോളും. കണ്ടില്ലേ? ഇനി നമുക്കിതിലേക്ക് വനില എസൻസ് ഇടാം. അതൊരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഇടാം. ബേക്കിംഗ് പൗഡർ, ഉപ്പ് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത മസാല ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് സെസമി സീഡ്സ് ഇടാം. അതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. കുറച്ച് നോക്കി നോക്കി ഒഴിച്ചാൽ മതി. ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പാല്. ഇനി നമുക്കിത് കൈയും കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചിട്ടൊരു 10 മിനിറ്റ് വെക്കാം നമുക്ക്. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് അതൊരു ഫ്ലാറ്റ് സർഫസിൽ വെച്ച് പരത്തിയെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഫ്ലേക്കി ആൻഡ് ക്രംബ്ലി ആയിട്ടുണ്ടാവും. ചപ്പാത്തി മാവ് പോലെ എല്ലാം ഉണ്ടാവുക. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. റോളിംഗ് പെന്ന് വെച്ചിട്ട് ഒരു 3/4 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പരത്തിയെടുക്കാം. കണ്ട തിക്നെസ്. ഇനി എന്തെങ്കിലും ഒരു കട്ടിംഗ് ടൂൾ എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഗ്യാപ്സിലുള്ള മാവൊക്കെ വീണ്ടും എടുത്ത് ഉരുട്ടിയിട്ട് നമുക്ക് ബാക്കി കുക്കീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് അവൻ ഞാനൊരു 120 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റത്തേക്ക്. എന്നിട്ട് ഈ കുക്കീസിനെല്ലാം ഒരു ട്രേയിലേക്ക് എടുത്ത് വെക്കുക. ട്രേയിൽ വെക്കുമ്പം ബേക്കിംഗ് പേപ്പറിൻ്റെ മേലെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് എഗ് വാഷാണ്. ലാസ്റ്റ് ഉണ്ടായ ഒരു എഗ്ഗില്ലേ, ആ എഗ്ഗാണത്. അതെടുത്തിട്ട് നമുക്ക് ഓരോരോ കുക്കീൻ്റെ മേലെയും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ബേക്കിംഗ് പേപ്പർ ഇല്ലയെന്ന്. അത് കാരണമാണ് അലുമിനിയം ഫോയിൽ ഇട്ടത്. നിങ്ങൾ ബേക്കിംഗ് പേപ്പർ വെക്കാൻ നോക്കുക, അല്ലെ പ്ലെയിൻ ട്രേയിൽ വെച്ചാലും മതി. ഇതൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓരോ അവൻ്റെ പവറിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടൊന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. യൂഷ്വലി ഒരു 10 മിനിറ്റിൽ ഇത് റെഡി ആവണം. കണ്ടില്ലേ, നല്ല ക്രംബ്ലിയും ഫ്ലേക്കിയും ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ. എപ്പോഴുള്ള സ്വീറ്റ് കുക്കീസിൽ നിന്ന് ഒരു നല്ല വ്യത്യാസമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ബേക്കറിയിലെല്ലാം പണ്ട് കിട്ടുന്നതാണ്, ഇപ്പോഴും കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. താങ്ക്സ് കേട്ടോ.